നീയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെ ഈ ഒരു എപ്പിസോഡിൽ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ ഒരു ജന്മദിന ആഘോഷത്തിലേക്കാണ്. സബർമതി ഇടവകയിലെ സെഞ്ചൂട് വാർഡിലുള്ള സുബി ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് വാർഡിലുള്ള എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. വലിപ്പച്ചെറുപ്പമില്ലാതെ ഏറ്റവും കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ എല്ലാ വീട്ടിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ട്. ഇവരെ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ഈ ഒരു സുബി ജോസഫിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സബർമതി ഇടവകയിലെ ഏറ്റവും ചെറിയ ഒരു കൂട്ടായ്മയാണ് സെഞ്ചൂട്. പക്ഷേ ഇന്നേ ദിവസം ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാ ഭവനത്തിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 23ഓളം ആളുകൾ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഇടവകയിലെ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു സുബി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു അവസ്ഥയിലേക്ക് രോഗബാധിതനായി അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനുശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ മുന്നോട്ട് വരികയും കൂട്ടായ്മ ഈ ഒരു ഭവനത്തിൽ വെച്ച് ഒന്നു ചേരുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു മകൻ്റെ 2ാം ജന്മം എന്നുള്ള രീതിയിലാണ് അമ്മ ഈ മകൻ്റെ തിരിച്ചുവരവിനെ പ്രത്യേകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ജന്മദിനം ഏറ്റവും ഭംഗിയാക്കണം എന്ന് ഇവർ ആഗ്രഹിക്കാനുള്ള കാരണം. അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർക്കുകയും ബന്ധുമിത്രാദികളെല്ലാവരും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഈ ഒരു വ്യത്യസ്തമായ ജന്മദിന ആഘോഷം സബർമതി ഇടവകയിൽ നടക്കുകയായിരുന്നു. ഒത്തിരിയേറെ ജന്മദിന ആഘോഷങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങളൊക്കെ ഞാൻ വീഡിയോയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ആഘോഷം തീർച്ചയായിട്ടും ലോകം അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഭവനത്തിൻ്റെ പെർമിഷനോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ദൈവം നൽകിയ വലിയ ദാനങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഇവർ കേക്ക് മുറിക്കുവാനൊക്കെ ആരംഭിച്ചത്. ജന്മദിന ആഘോഷത്തിൻ്റെ എല്ലാ പരിപാടികളും പ്രാർത്ഥനയോടുകൂടിയാണ് അവർ നടത്തിയത്. കൂടെ വികാരിച്ചനും ഉണ്ടായിരുന്നു.